ഇതെന്താ ചാക്കില് വീട്ടിൽ നിന്ന് തുണി അടക്കം കൊടു നിൽക്കല്ലേ? അതാ തുണിയാണ്. തുണിയാ എന്താണ് മക്കളെ ഇങ്ങനെ പറഞ്ഞ കേൾക്കാതെ ഇങ്ങനെ പമ്പേഴ്സും കാര്യങ്ങളൊക്കെ മൊത്തം കൊടുന്നാണ്ട് ഇവിടെ തട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ മഴ കൊള്ളാതൊക്കെ ഉള്ള റൂഫ് അടക്കം പാറിപ്പോയിട്ടുണ്ട്. അതാ തല തിരിച്ച് വെച്ചാണ് തോന്നുന്നത്. പരങ്ങന്മാർ ഇതിൽ നിന്ന് എടുത്ത് മൊത്തം താഴെ കിട്ടുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോണ്. അല്ലേ ഫുള്ള് പരങ്ങന്മാർ എടുത്തിട്ട് താഴെ കിട്ടുകയാണ് വേസ്റ്റ്. അതാ മൊത്തം വേസ്റ്റാണ്. ഇവർക്ക് താഴേക്ക് ഇടാനുള്ള ടൈം കിട്ടിയിട്ടാണ് ഇവിടെ ഇട്ട് പോയത്. അതിൻ്റെ ഒരു ഭാഗ്യം കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് വേസ്റ്റിൻ്റെ പറുദീസ കേട്ടോ. അവിടെ ഇത് പല പല സ്ഥലങ്ങളാണ് ഇപ്പം കാണിക്കുന്നത്. ഒരേ സ്ഥലങ്ങൾ തന്നെ പല തവണ ആയിട്ട് കാണിക്കില്ല. ഇത് പല പല സ്ഥലങ്ങളാണ് കാണിക്കുന്നത്. കണ്ടത് ഇപ്പോൾ ചുരത്തിൻ്റെ ഈ ഒരു 9-ാം വളവിൻ്റെ കുറച്ച് താഴെയാണ്. അപ്പോൾ നല്ലവരായ സുഹൃത്തുക്കളെല്ലാം സംഘടിച്ച് കർശന നടപടി എടുത്തത് ആദ്യം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ക്യാമറയൊക്കെ വരച്ച് ഒരു പേപ്പർ കഷ്ണം പോലും പുറത്തേക്ക് ഇടുന്ന പോലെ പിടിക്കണ ഒരു സിസ്റ്റം വരുത്തണം. രമേശ് ചെന്നിത്തല സാറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴും പിന്നെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്തിണങ്ങി ചെയ്യേണ്ടതാണെന്ന് എനിക്ക് പറയാം. അരീക്കോട് നിന്ന് ഇന്നലെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു. താമരശ്ശേരി ചുരത്തിലേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ പോകണമെങ്കിൽ എന്നെ വിളിക്കണം, നമുക്ക് സാധിക്കലി സാധിക്കലി ക്ലീൻ ചെയ്ത പോലെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല ആളുകളും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ പല പല സംഘടന ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനോ മറ്റോ നിയമപരമായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളും വരുന്നതായിരിക്കും. ചുരത്തിൻ്റെ താഴെ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ക്ലീൻ ചെയ്യലും ക്യാമറ വെക്കലും കർശനമാക്കുന്നൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങളിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ PMമായി ബന്ധപ്പെടുക. അങ്ങനെ ഞാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആരെങ്കിലും ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു സന്മനസ് കാണിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ വെച്ച് ഒരു പേപ്പർ പോലും പുറത്തിടുന്നവരെ പിടിക്കുന്ന കർശന നിയമം കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. എന്നാലാണ് ഭാവി വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ ഒലിച്ചിട്ടാണ് പല പല പുഴകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അധികാരികളൊന്നും ഗൗരവമായി എടുക്കണം ഈ ഒരു വിഷയം. താമരശ്ശേരി ചുരം, അതായത് വയനാട് ചുരം